നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാതയിൽ കയ്പമംഗലം 12-ൽ നിയന്ത്രണം വിട്ട മിനി ടെമ്പോ ഇടിച്ച് റോഡരികിൽ നിന്നിരുന്നയാൾ മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി കളത്തിപ്പറമ്പിൽ സദാനന്ദനാണ് മരിച്ചത്. കയ്പമംഗലം ബുസ്താനുൽ ഉലൂം എഡ്യൂക്കേഷൻ കോംപ്ലക്സ് നടത്തിയ അഹ്ലൻ ബുസ്താൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വനിതാ സംഗമം നടത്തി. മഴ കനത്തതോടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. വാർത്തകൾ വിശദമായി. ദേശീയപാതയിൽ കയ്പമംഗലം 12-ൽ നിയന്ത്രണം വിട്ട മിനി ടെമ്പോ ഇടിച്ച് റോഡരികിൽ നിന്നിരുന്നയാൾ മരിച്ചു. സൈക്കിൾ യാത്രികന് പരിക്ക്. 12 സ്വദേശിയും പെരിഞ്ഞനം പഞ്ചാലവിളവിനടുത്ത് താമസക്കാരനുമായ കളത്തിപ്പറമ്പിൽ സദാനന്ദനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. പരിക്കേറ്റ സൈക്കിൾ യാത്രികൻ 12 സ്വദേശി പുത്തൂർ രാജനെ ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 2:30യോടെയാണ് അപകടം ഉണ്ടായത്. തെക്ക് ഭാഗത്തു നിന്നും വന്നിരുന്ന മിനി ടെമ്പോ റോഡരികിൽ നിന്നിരുന്ന സദാനന്ദനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു. ഇതിനുശേഷം വടക്ക് ഭാഗത്തു നിന്നും വരികയായിരുന്ന സൈക്കിൾ യാത്രികനെയും ഇടിച്ചിടുകയായിരുന്നു. ആക്ട്സ് പ്രവർത്തകരാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഗുരുതര പരിക്കേറ്റ സദാനന്ദനെ കൊടുങ്ങല്ലൂർ ഗൌരീശങ്കർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഉഷയാണ് സദാനന്ദന്റെ ഭാര്യ. സന്ദീപ്, സന്ധ്യ എന്നിവർ മക്കളാണ്. ജീവിതശൈലി രോഗനിയന്ത്രണങ്ങളുടെ ഭാഗമായി കയ്പമംഗലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാളമുറി സെന്ററിൽ പരിശോധനാ ക്യാമ്പ് നടത്തി. യാത്രക്കാരും പരിസരവാസികളുമായ 60ഓളം പേർ പ്രഷറും ഷുഗറും നിർണയിച്ചു. JHI നജിൽ ചന്ദ്രൻ നേതൃത്വം നൽകി. ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെ എല്ലാ സബ് സെന്ററുകളിലും ആഴ്ചയിലൊരിക്കൽ ഈ സേവനം ലഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കയ്പമംഗലം ബുസ്താനുൽ ഉലൂം എഡ്യൂക്കേഷൻ കോംപ്ലക്സ് നടത്തിയ അഹ്ലൻ ബുസ്താൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വനിതാ സംഗമം നടത്തി. ബുസ്താനുൽ ഉലൂം ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രോഗ്രാമിന് വർത്തമാന സമൂഹത്തിൽ വിദ്യാർത്ഥിനികളും വനിതകളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിയമപരമായുള്ള പരിഹാരങ്ങൾ നൽകുന്നതോടൊപ്പം സ്ത്രീ ശാക്തീകരണത്തിന്റെ സാധ്യതകളും അതിർവരമ്പുകളും ചർച്ച ചെയ്യപ്പെടുന്ന നിയമപരിജ്ഞാന ക്ലാസിന് അഡ്വക്കേറ്റ് OS നഫീസ നേതൃത്വം നൽകി. എല്ലാ കുട്ടികളും തെറ്റ് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പ്രവൃത്തികൾ നിയമവുമായി ബന്ധപ്പെട്ടായാലും നിയമത്തിനെതിരായാലും ചെയ്യുന്ന കുട്ടികളുണ്ട്. അവരൊക്കെ നമ്മൾ കുറ്റവാളികൾ എന്ന് പറയില്ല. ഒരിക്കലും കുറ്റവാളി എന്നൊരു കുട്ടി 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരിക്കലും നമ്മൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റവാളി എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ അറസ്റ്റ് ചെയ്യാനോ സാധാരണ പോലീസോ സാധാരണ കോടതിയോ ഒന്നുമല്ല. കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള കോടതി ഉണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുട്ടികൾക്ക് മാത്രമായിട്ടൊരു കോടതി ഉണ്ട്. അവരൊരിക്കലും അവരെ പീഡിപ്പിച്ചാൽ പോലും ആ കുട്ടികളുടെ പേര് പറയാനോ പത്രത്തിൽ പരസ്യം ചെയ്യാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. പീഡിപ്പിക്കപ്പെടുന്ന കുട്ടിയുടെ പേരോ അവരുടെ ചിത്രങ്ങളോ ഒരിക്കലും പബ്ലിഷ് ചെയ്തിരുന്നതാണ് നിയമം പറയുന്നത്. അതുപോലെ തന്നെ കുറ്റം ചെയ്ത കുട്ടികളുടെ പേരോ കാര്യങ്ങളോ അവരൊരു ബലാത്സംഗ കേസിൽ പ്രതിയായാൽ പോലും 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ അവന്റെ പേരോ കാര്യങ്ങളോ അവന്റെ അഡ്രസ്സോ ഒന്നും പത്രത്തിലോ വീഡിയോകളിലോ പബ്ലിഷ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലുണ്ടായ തർക്കം സ്ത്രീധനം മൂലമായിരുന്നു. ഒരുപാട് അമ്മായിമ്മപ്പോരും നാത്തൂൻപോരും ഒക്കെ ആയിട്ട് ഒരുപാട് കുടുംബജീവിതം കലഹിക്കുന്ന രീതിയിലായിരുന്നു പണ്ടുള്ള പല കേസുകളും വന്നിട്ടുണ്ടായിരുന്നത്. ആധുനിക സമൂഹത്തിൽ ഏറെ ദുരന്തങ്ങൾ ഉടലെടുക്കുന്ന യഥാർത്ഥ മാതൃപുത്രി സ്നേഹത്തിന്റെ നിയമവശങ്ങൾ ഷാഹിന ടീച്ചർ തിരൂർ സംഗമത്തിൽ ഉദ്ബോധനം നടത്തി. സംഗമം കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത ബാബു ഉദ്ഘാടനം ചെയ്തു. ഉമാ ശിവരാമൻ, സാജിദ പുതിയവീട്ടിൽ, അരുണദേവി ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. MGM ജില്ലാ പ്രസിഡന്റ് ഉമ്മുക്കുൽസു ടീച്ചർ അധ്യക്ഷത വഹിച്ചു. PG സുമയ്യ സ്വാഗതവും സിമി ബുസ്താനിയ നന്ദിയും പറഞ്ഞു. മഴ കനത്തതോടെ തീരദേശ മേഖലയിൽ കടൽക്ഷോഭം ശക്തി പ്രാപിക്കുന്നു. ബാടാനപ്പള്ളി, പൊക്കാഞ്ചേരി, ഏങ്ങണ്ടിയൂർ, ഏത്തായ് ബീച്ചുകളിലാണ് കടൽക്ഷോഭം ശക്തമായിട്ടുള്ളത്. ശക്തമായ വേലിയേറ്റമാണ് കടൽക്ഷോഭത്തിന് കാരണം. പൊക്കാഞ്ചേരി, ഏത്തായ് ബീച്ചുകളിൽ കടൽക്ഷോഭത്തെ തുടർന്ന് തിരമാലകൾ കരയിലേക്ക് ഒഴുകിയെത്തി. തകർന്ന കടൽഭിത്തികളും കടന്നാണ് കടൽവെള്ളം കരയിലേക്ക് ഒഴുകിയെത്തുന്നത്.
അതേസമയം കടൽക്ഷോഭത്തിന്റെ പേരിൽ തീരമേഖല പതിവ് പോലെ സന്ദർശിക്കാനെത്തുന്ന ജനപ്രതിനിധികൾക്കെതിരെ പൊക്കാഞ്ചേരിയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. വാഗ്ദാന പെരുമഴയുമായി എത്തുന്ന ഇക്കൂട്ടർക്കെതിരെ പ്രതികരിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന പോസ്റ്റർ ഡിവൈഎഫ്ഐയുടെ പേരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. വാടാനപ്പള്ളിയിൽ ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും പരിശോധന നടത്തി. വാടാനപ്പള്ളി ചിലങ്ക ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ബഹ്വാൻ ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തു. വാടാനപ്പള്ളിയിലെ മറ്റ് 5 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മത്സ്യമാംസ വിൽപ്പന കടയിൽ നടന്ന പരിശോധനയിൽ 5 കിലോ വരുന്ന പഴകിയ സ്രാവ്, സ്രാവിന്റെ നെയ്യ്, 5 കിലോ ഇറച്ചി എന്നിവയും 2 സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പഴകിയ ശീതളപാനീയങ്ങൾ, അച്ചാർ എന്നിവയും കണ്ടെടുത്തു. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഹോട്ടലുകളിൽ നിന്ന് 10,000 രൂപ പിഴ ഈടാക്കി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരമായിരുന്നു പരിശോധന. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരായ കെ ബാബു, VS രമേശ് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പെരിഞ്ഞനത്ത് അധ്യാപികയെയും കുടുംബത്തെയും ആക്രമിച്ചതിൽ പ്രതിഷേധം. പെരിഞ്ഞനം വെസ്റ്റിൽ അധ്യാപികയെയും കുടുംബത്തെയും സമൂഹവിരുദ്ധർ വീട്ടിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ പെരിഞ്ഞനം RM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTAയും മാനേജ്മെന്റും സ്കൂൾ സ്റ്റാഫ് കൌൺസിലും പ്രതിഷേധിച്ചു. ഈ സ്കൂളിലെ അധ്യാപിക അജിതയെയും മകൻ വിപിനെയുമാണ് കഴിഞ്ഞ ദിവസം ചിലർ സംഘം ചേർന്ന് ആക്രമിച്ചത്. പരിക്കേറ്റ ഇരുവരെയും കുറ്റിലക്കടവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പ്രതിഷേധ യോഗത്തിൽ PTA പ്രസിഡന്റ് NK അബ്ദുൾ നാസർ അധ്യക്ഷനായി. ഇനിയൊരു ഇടവേള.